السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. സൂറത്ത് യാസീനിൽ 35 ആയത്തുകളാണ് ഇതിനകം നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തുകൾ, അവൻ്റെ സൃഷ്ടി മാഹാത്മ്യം, അതുപോലെ തന്നെ മരണാനന്തരം ആളുകളെ വീണ്ടും ജീവിപ്പിച്ച് അവരെ വിചാരണ ചെയ്യുന്നതിനുള്ള അവൻ്റെ എളുപ്പമായ കഴിവ്, അതിനെല്ലാം ഉപോത്ബലകമായി കൊണ്ട് അള്ളാഹു പ്രത്യേകം പല ദൃഷ്ടാന്തങ്ങളും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൂടെയാണ് ഈ ആയത്തുകൾ കടന്നു പോകുന്നത്. ഭൂമിയിൽ കാണുന്ന ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഏതാനും കാര്യങ്ങൾ. തുടർന്നുകൊണ്ട് ഈ ഭൂമിയിലും അതുപോലെ തന്നെ ആകാശലോകത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ റബ്ബിൻ്റെ ഏകത്വത്തെ വിളിച്ച് അറിയിക്കുന്നു. അവൻ്റെ ഖുദ്റത്തിൻ്റെ വിശാലതയെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇതൊക്കെ മനസ്സിലാക്കുവാനാണ് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഏതെങ്കിലും ചില പ്രധാനപ്പെട്ട തത്വങ്ങൾ നമ്മുടെ മുൻപിൽ പറയുന്നതിന് പകരം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ അവൻ നിർവഹിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ എടുത്തു പറയുന്നത്, അതിലൊന്നും മറ്റൊരാൾക്കും ഒരു പങ്കുമില്ല, അവൻ മാത്രമാണ് അതെല്ലാം ചെയ്തത്, അതുകൊണ്ട് അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന ഏറ്റവും മഹത്വമേറിയ തൗഹീദിൻ്റെ ദൃഢവിശ്വാസം വിശ്വാസികളിൽ ഉണ്ടായിത്തീരുവാനാണ് അള്ളാഹു ഇതൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ. സുബ്ഹാന, മഹാപരിശുദ്ധനായിരിക്കുന്നു. സുബ്ഹാന എന്ന് പറഞ്ഞാൽ അർത്ഥം മഹാപരിശുദ്ധനായിരിക്കുന്നു, അല്ലെങ്കിൽ അവനെ വാഴ്ത്തപ്പെടേണ്ടവനാണ്, അവൻ പരിശുദ്ധപ്പെടുത്തേണ്ടവനാണ് അല്ലാഹു. എങ്ങനെയുള്ളവനാണ് മഹാപരിശുദ്ധൻ? അല്ലദീ, എങ്ങനെയുള്ളവൻ? അല്ലാഹു അവനെ തന്നെ പരിശുദ്ധപ്പെടുത്തി പറയുകയാണ്. എന്തുകൊണ്ടാണ് അവൻ ഇത്രത്തോളം പരിശുദ്ധിയുള്ളത്? അവൻ്റെ മഹത്വം എത്രയാണ്? ഖലഖൽ അസ്വാജ, ഇണകളായി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. കുല്ലഹ, എല്ലാത്തിനെയും, എല്ലാ വസ്തുക്കളെയും അവൻ ഇണകളായി സൃഷ്ടിച്ചവനാണ്. ജോഡിയായിട്ടാണ് അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതിൽ നിന്നുള്ള ഏതൊക്കെ വസ്തുക്കൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാം ഇവിടെ ജോഡികളായിട്ടാണ്. ഒന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ പകരം പറയാവുന്ന മറ്റൊന്നുള്ള നിലക്കാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മിമ്മ തുമ്പിത്തുൽ അർദു, എന്തിൽ നിന്നെല്ലാം, ഏതെല്ലാം സൃഷ്ടികളിൽ ഈ ഇണത്വം അല്ലെങ്കിൽ ഈ ജോഡി സ്വഭാവം കാണാൻ സാധിക്കും? മിമ്മ തുമ്പിത്തുൽ അർദു, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നവയിൽ മുളപ്പിക്കുന്നവയിൽ നിന്ന്. അൻപത്ത മുളപ്പിച്ചു.
യുൻബിത്തു, തുൻബിത്തു, നബാത്ത് എന്ന് പറയും ചെടിക്ക് പറയുന്നത് നബാത്ത്. അപ്പൊ മിമ്മ തുംബിത്തുൽ അർദു, ഭൂമി മുളപ്പിക്കുന്ന വസ്തുക്കളിൽ ഇണകളുണ്ട്. അങ്ങനെ അവയിൽ അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. വമിൻ അൻഫുസിഹിം, അവരുടെ തന്നെ ദേഹങ്ങളിലും അവരിൽ തന്നെയും അവർക്ക് ഇണകളുണ്ട്. ആൺ പെൺ എന്ന കൃത്യമായ നിലക്കുള്ള ഇണകൾ, ജോഡികൾ മനുഷ്യരിൽ അവൻ ഏർപ്പെടുത്തി. ഇനി മൊത്തം പറയുകയാണ്. ഇവിടെ ഇപ്പോൾ മനുഷ്യരെയും സസ്യലതാദികളെയും മാത്രം എടുത്തു പറഞ്ഞിട്ട് അത് മാത്രമൊന്നല്ല ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടികളുള്ളത്. വമിമ്മ ലാ യഅലമൂന, അവർക്കറിയാത്തവയിൽ നിന്നും അവൻ ഇണകളെ സൃഷ്ടിച്ചവനാണ്. ലാ യഅലമൂന, അവർക്ക് അറിയാത്ത. അപ്പൊ അവർക്കറിയാത്തവയിൽ നിന്നും എന്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട്? ഖലഖൽ അസ്വാജ കുല്ലഹാ. അപ്പൊ അല്ലാഹു തആല മിമ്മാ തുംബിത്തുൽ അർളു, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സസ്യലതാദികളിലും, വമിൻ അൻഫുസിഹിം, അവരുടെ ദേഹങ്ങളിലും അവരിൽ തന്നെയും, വമിമ്മ ലാ യഅലമൂന, അവർക്കറിയാത്ത വസ്തുക്കളിലും ഒക്കെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അൽ അസ്വാജ കുല്ലഹ, എല്ലാത്തിനെയും ഇണകളായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് റബ്ബിന്റെ സൃഷ്ടി മഹാത്മ്യം വിളിച്ചറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ദാരിയാത്തിലെ 49-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വമിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. വമിൻ കുല്ലി ശൈഇൻ, കണ്ടോ? വമിൻ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും, ഖലഖ്നാ, നാം സൃഷ്ടിച്ചിട്ടുണ്ട്, സൗജൈനി, രണ്ട് ഇണകളെ. എല്ലാ വസ്തുക്കളിലും ഒരു ജോഡി സ്വഭാവമാണുള്ളത്. എന്തിനാ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്? ലഅല്ലകും തദക്കറൂൻ, അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടി, അവർ ശരിക്കും ഉത്ബോധനം ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും വേണ്ടിയുള്ള ഒരു മഹാ ദൃഷ്ടാന്തമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ ഏത് വസ്തുക്കൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളാണ്. ഒന്നിന് മറ്റൊന്ന് എന്നിങ്ങനെ പറയപ്പെടാവുന്ന നിലയ്ക്ക്. ഇപ്പൊ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി, കദ്ദക്കരി വൽ ഉൻസ, സുപരിചിതമാണ്. വമിൻ അൻഫുസിഹിം, അവരിൽ തന്നെ ജോഡികൾ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും വളരെ വ്യക്തമാണ്. മനുഷ്യരിൽ ഇണകൾ എന്ന് പറയുന്നത് ആണിന് പെണ്ണ്, പെണ്ണിന് ആണ്. അതാണ് അള്ളാഹ് നിശ്ചയിച്ച പ്രകൃതി. ആ പ്രകൃതിക്ക് വിരുദ്ധം ചെയ്യുമ്പോഴാണ് പ്രകൃതി വിരുദ്ധം എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഇന്നത്തെ ഗൈസും അതുപോലെ തന്നെ ലെസ്ബിയൻസും പോലെയുള്ള ആളുകളുടെയൊക്കെ ജീവിതം. ആണിനെ തന്നെ കല്യാണം കഴിക്കുന്നു, പെണ്ണുമായി ഒരുമിച്ച് ജീവിച്ച് അവര് ലൈംഗികമായ ആസ്വാദനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ വൃത്തികെട്ട സംസ്കാരങ്ങളാണ്. അത് പ്രകൃതിയല്ല. അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി ആണിന് പെണ്ണ്, പെണ്ണിന് ആണ്, ഇങ്ങനെ ഇണകളായിട്ടാണ്. അതേപോലെ തന്നെ മിമ്മ തുംബിത്തുൽ അർളു, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളിൽ. ഇപ്പൊ നമ്മൾക്കത്ര അറിയില്ല, സസ്യശാസ്ത്രവും അതേപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അവഗാഹം നേടിയിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഇത് വിശദീകരിക്കുമ്പോൾ മണിക്കൂറുകൾ വേണ്ടിവരും. കാരണം സസ്യലോകത്ത് കാണുന്ന ഏതെല്ലാം ജോഡികളുണ്ട്, എന്താണ് അവയിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കതിനെപ്പറ്റി അറിയൂല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വക ഗവേഷണങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലെ ജനതയോട് പോലും പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്താണ് ചെടികളിലെ ആണ് പെണ്ണ്, അതിലെ ഇപ്പോൾ പൂമ്പൊടി, അതുപോലെ തന്നെ ആണുവർഗം, അതിൽ ആൺകുല, അതേപോലെ തന്നെ പൂവ്, ഇങ്ങനെയൊക്കെ ഐറ്റംസ് തിരിച്ച് ഇന്നും പറയുന്നുണ്ടല്ലോ. നമുക്കതിനെ സംബന്ധിച്ച് അറിഞ്ഞൂടാ. പക്ഷെ അതിലൊക്കെ എന്തുണ്ട്? ഈ രൂപത്തിലുള്ള ഒരു ഇണകൾ, ഒരു ജോഡി എന്ന സ്വഭാവം ഉണ്ട്. വമിമ്മ ലാ യഅലമൂന, അവർക്കറിയാത്തതിലുമുണ്ട് ഈ ഇണകൾ എന്നാണ്. അങ്ങനെ ജോഡിയായിട്ടുണ്ട്. എന്താണ് ഇപ്പൊ ഈ അറിയാത്തത്? നമ്മൾക്ക് അറിഞ്ഞ സൃഷ്ടികൾ, ഇപ്പൊ ഈ പദാർത്ഥ ലോകത്ത് എത്ര സൃഷ്ടികളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത് എത്ര, അറിയാത്തത് എത്ര? കരയിൽ എത്ര ജന്തുജാലങ്ങളുണ്ട്, സൃഷ്ടി വസ്തുക്കളുണ്ട്, നമുക്ക് എണ്ണിയാൽ തീരുമോ? കടലിൽ അതിൻ്റെ 3 ഇരട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്. കരയിലുള്ളതിനേക്കാൾ 3 ഇരട്ടിയാണ് കടലിൻ്റെ അകത്തുള്ള സൃഷ്ടിജാലങ്ങൾ. നമ്മൾ എത്രയാ അറിഞ്ഞത്? നമ്മളെന്താ മനസ്സിലാക്കിയത്? അതിൽ തന്നെ നമുക്കതിൽ എത്ര എണ്ണത്തെക്കുറിച്ച് അവഗാഹമുണ്ട്? അറിയില്ല. അതൊന്നും നമ്മുടേതായ ചിന്തക്ക് പോലും ആ വൃത്തത്തിൽ ഒതുങ്ങുന്നതല്ല. അത്രത്തോളം നമുക്ക് കണക്കാക്കാൻ പോലും കഴിയാത്തത്ര വലിയ ഒരു ലോകമാണത്. ജന്തുലോകമാണെങ്കിലും സസ്യലോകമാണെങ്കിലും മറ്റു ചരാചരങ്ങളുടെ ഏത് ലോകമാണെങ്കിലും, ജീവനുള്ളവയാവട്ടെ അല്ലാത്തവയാകട്ടെ, അതിലൊക്കെ അള്ളാഹു പറയുന്നതിലൊക്കെ രണ്ടുണ്ട് എന്നാണ്, ഇണയുണ്ട് എന്നാണ്.
മിമ്മാരായാലും എത്രത്തോളം എന്ന് പദാർത്ഥം, ഒരു പദാർത്ഥത്തിന്റെ ഉത്ഭവം എന്തിൽ നിന്നാണെന്ന് ഇപ്പൊ നമ്മളൊക്കെ പണ്ട് പിന്നെ സ്കൂളുകളിൽ സയൻസിലൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? ഒരു ആറ്റം എന്ന് പറയുന്ന ഒരു അണു എന്നാണല്ലോ ഇപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ദർറത്ത്, ഒരു അണുത്തൂക്കം എന്ന് പറയല്ലോ. അപ്പൊ നമ്മൾ ആ അണുത്തൂക്കത്തിനാണെന്ന് ശാസ്ത്രം ആറ്റം എന്ന് പറയുന്നത്. ഈ ആറ്റമിന്റെ ഉത്ഭവം വാസ്തവത്തിൽ നിന്ന് അതെന്തൊക്കെ കൂടിച്ചേർന്നുകൊണ്ടാണ് എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഈ ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നു. ഈ ന്യൂട്രോൺ എന്ന് പറയുന്ന ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് അതിൻ്റെ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജിക്ക് ഇലക്ട്രോൺ എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ എന്താണെന്നാ പറയുന്നത്? അതിലെ ഇണകളാണെന്നാ പറയുന്നത്. ആ ആറ്റം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രത്തോളം ചെറിയതാണ്. ഈ ആറ്റമിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഈ വസ്തുക്കളെപ്പോലും അതിൻ്റെയും ഉത്ഭവം എവിടുന്നാണ് ശാസ്ത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺ എന്തിൽ നിന്നാ ഉണ്ടായത്, പ്രോട്ടോൺ എന്തിൽ നിന്നാ ഉണ്ടായതെന്നൊക്കെ കണ്ടെത്താൻ കഴിയുമോ? ഒരു ആറ്റം ഒരു ദർറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ചെറുതാണ്. അതിനേക്കാളും ചെറുതുണ്ട് ഇനിന്ന് ഖുർആൻ അന്നേ പറയാണ്. ഇതിപ്പോ ആറ്റമൊക്കെ പറയുന്നത് മനസ്സിലാക്കുന്ന ലോക ഏത് കാലത്തായി ഇത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഒരു കണികയാണ്. ആ ഏറ്റവും ചെറിയ കണികക്കാണ് വിശുദ്ധ ഖുർആൻ ദർറത്ത് പറഞ്ഞത്. ആ ദർറത്തിൻ്റെയും താഴെയുള്ള അളവുണ്ട് എന്ന്. ദർറത്തോളവുമില്ലാത്ത ദർറത്തിൻ്റെയും താഴെയുള്ള അളവുണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ് അതിൻ്റെ അളവ്? വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. വമാ യഅ്സുബു അർ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. റബ്ബിന്റെ ഇടപെടലില്ലാത്ത ഒന്നും ഈ ഭൂമിയിലില്ല എന്നാണ്, ഈ പ്രപഞ്ചത്തിലില്ല. അവിടെ റബ്ബ് പറയുന്ന വാചകം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താ റബ്ബ് പറയുന്നത്? വമാ യഅ്സുബു അർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. നിന്റെ റബ്ബ് അറിയാതെ പോയില്ല, നിന്റെ റബ്ബ് ഇടപെടാതെ ഇവിടെ ഒന്നുമില്ല. എത്രത്തോളം? മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരണുത്തൂക്കം, അതാണ് ഇപ്പൊ ആറ്റം എന്ന് പറയുന്നത്. ഒരണുത്തൂക്കമുള്ള വസ്തുവിൽ പോലും അവന്റെ ഇടപെടലുണ്ട്. വലാ ഫിസ് സമാ, ആകാശത്തും ഭൂമിയിലും ആകാശത്തിലുമൊക്കെ ഒരണുത്തൂക്കം, ഒരണു അളവോളം വസ്തുവിനെ കുറിച്ച് പോലും റബ്ബിന്റെ ഇടപെടലില്ലാത്ത, അവന്റെ അറിവില്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഇനി പറയുന്ന വാചകമാണ് ഞാൻ ഇവിടെ സാന്ദർഭികമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. വലാ അസ്ഗറ മിൻ ദാലിക, അതിനേക്കാൾ ചെറിയ ഒരു വസ്തുവിൽ പോലും അവന്റെ ഇടപെടലുണ്ട്. ഏത് പറഞ്ഞിട്ടാ അതിനേക്കാൾ ചെറുത് എന്ന് പറയുന്നത്? മിസ്ഖാലു ദർറത്ത്, ഒരു ആറ്റം കണിക എന്ന് നമ്മൾ പറയുന്ന അണുത്തൂക്കം എന്ന് പറയുന്ന അതിനേക്കാളും ചെറുതോ വല അക്ബറ, അതിനേക്കാളും വലുതോ? അപ്പൊ ഏത് വസ്തു, ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും ചെറിയ ഒരു ആറ്റമിനെ പോലും വിഭജിച്ചിട്ട് അതിൻ്റെയും എത്രയോ അംശങ്ങളായിട്ടുള്ള ചെറു കണിക മുതൽ വിമാകാരമായ വലിയ വലിയ പ്രപഞ്ചത്തിലെ കോടാനുകോടിയൊക്കെ വ്യാസവും അതുപോലെ തന്നെ വെയിറ്റും എല്ലാം അടങ്ങി നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഈ മൊത്തം ഏതൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാത്തിലും ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, സുവ്യക്തമായ ഒരു രേഖയിൽ അതൊക്കെ രേഖപ്പെടുത്തപ്പെടാതെയും അതിനെക്കുറിച്ചുള്ള വിജ്ഞാനമില്ലാതെയും ഇല്ല. എല്ലാം അള്ളാഹുവിനറിയാനാണ്. റഹ്മാനായ റബ്ബിൻ്റെ വിപുലമായ അറിവാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഏത് വസ്തു എടുത്തു നോക്കിയാലും അതിലൊക്കെ ഈ ജോഡിയാണ്. ജോഡിയില്ലാതെ ഏകം എന്ന് പറയുവാൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അവന് മാത്രമുള്ളൂ ഇവിടെ ജോഡി എന്ന് പറയാൻ പറ്റാത്തത്. ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദ് എന്ന് പറയാവുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. വിഭജിക്കപ്പെടൂല എന്ന് പറയുന്ന ആറ്റമിന്റെ പോലും ഈ രൂപത്തിൽ അതിൻ്റെ അകത്തുള്ള അതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ള ഇലക്ട്രോണിനെ കുറിച്ച്, പ്രോട്ടോണിനെ കുറിച്ച്, ന്യൂട്രോണിനെ കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ട് അതിൻ്റെയും അംശങ്ങൾ ഇനിയും ചെറുതുണ്ട്, അതിനേക്കാൾ ചെറുതുണ്ട് എന്നൊക്കെ ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെയൊക്കെ റഹ്മാനായ റബ്ബ് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് സൂറത്ത് യൂനുസിലെ 61-ാമത്തെ ആയത്താണ് നമ്മൾ ഈ കേട്ടത്. അന്നെന്ത് ഇലക്ട്രോൺ, അന്നെന്ത് പ്രോട്ടോൺ, അന്നെന്ത് ആറ്റം, അതിൻ്റെ എനർജി, അതിനെക്കുറിച്ചൊക്കെ ആര് പഠിച്ചു, ആരറിഞ്ഞു? തികച്ചും ദൈവീകമായ വചനങ്ങളാണിത് എന്ന് അറിയാനും പറയാനും മറ്റെവിടെയാണിനി നമ്മൾ പോകേണ്ടത്? ഇതൊന്നും ശാസ്ത്രം അന്ന് കണ്ടുപിടിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകമായ അവന്റെ കഴിവാണ് ഈ എടുത്തു പറയുന്നത്. എല്ലാത്തിലും ഇവിടെ ഇണയായിട്ടാണ്. ഓരോന്നിനും ഒരു കുന്നുണ്ടോ അതിനൊരു കുഴിയുണ്ട്. അതുപോലെ തന്നെ ചൂട് തണുപ്പ്, രാത്രി പകല്, ആണ് പെണ്ണ്, ഇങ്ങനെ എല്ലാത്തിനും പറയാവുന്ന നിലക്കുള്ള കൃത്യമായ ഒരു ഇണത്വം, ഒരു ജോഡി സ്വഭാവത്തിലാണ്. എല്ലാം ഒരു ഇരട്ട സ്വഭാവത്തിലാണ് ഈ സൃഷ്ടികൾ മുഴുവനും. ഇരട്ട എന്ന് പറയാതെ ഒറ്റ എന്ന് പറയാവുന്നവൻ ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ മാത്രമേ. അതുകൊണ്ടാണ്
സൃഷ്ടികൾ മുഴുവനും ആ അഹദിനെ ആശ്രയിക്കേണ്ടവരാണ്. സൃഷ്ടികൾ മുഴുവനും അഹദിനെ ആശ്രയിക്കണം. അഹദിനോ ഒരാളെ ആശ്രയിക്കണ്ട. അതാണ് അല്ലാഹു സ്വമദ് എന്ന് പറയുന്നത്. അള്ളാഹു മറ്റാരുടെയും ആശ്രയം വേണ്ടാത്തവനാണ്. അതാണ് അല്ലാഹു സ്വമദ്. പിന്നെ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബിനോട് ഈക്വലായി പറയാൻ റബ്ബല്ലാതെ മറ്റാരുമില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ട് സർവ്വ സൃഷ്ടികളുടെയും ആരാധനകൾ മുഴുവനും സൃഷ്ടാവായ ഏകരിലേക്ക് മാത്രം തിരിക്കണം. അതാണ് തൗഹീദ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനുള്ള ദൃഷ്ടാന്താണ് ഈ പറയുന്നതൊക്കെ. അല്ലെങ്കിൽ പറയട്ടെ, ഈ ലോകത്ത് ഇവിടെ ഏതെങ്കിലും ഒരു ചെടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു, അല്ലെങ്കിൽ മനുഷ്യൻ ആരെങ്കിലും മറ്റാരെങ്കിലും വല്ലതിനെയും പടച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആരെങ്കിലും വല്ലതും എവിടെയെങ്കിലും പടച്ചു എന്ന് ഇന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? കഴിയുന്നില്ലല്ലോ ആർക്കും. അതുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ മാത്രം, അതുകൊണ്ട് അവനെ വാഴ്ത്തലും പരിശുദ്ധപ്പെടുത്തലും ഒക്കെ നിർബന്ധമാണ്. അതാ സുബ്ഹാന പറഞ്ഞിട്ട് പറയണേ, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അവൻ മഹാപരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ, നിത്യജീവിതത്തിൽ നമ്മൾ എത്ര തവണയാണ് സുബ്ഹാനല്ലാഹ് പറയാൻ പഠിപ്പിക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹ് തംലഉൽ മീസാൻ, മീസാൻ നിറക്കും. സുബ്ഹാനല്ലാഹ് കലിമതാനി ഹബീബതാനി ഇലർ റഹ്മാൻ സഖീലതാനി ഫിൽ മീസാൻ ഖഫീഫതാനി അലൽ ലിസാൻ. രണ്ട് വാക്കുകൾ, അത് പറയാൻ നാവിന് നിഷ്പ്രയാസം സാധിക്കും. മീസാനിൽ നമ്മുടെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ത്രാസിൽ അതിന് വലിയ വെയിറ്റാണുള്ളത്. ആ രണ്ട് വാചകങ്ങളും റഹ്മാനായ റബ്ബിന് ഏറെ ഇഷ്ടപ്പെട്ടവയുമാണ്. ഏതാണ് ആ രണ്ട് വാചകങ്ങൾ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഇത് എണ്ണവും കണക്കൊന്നുമില്ലാത്ത അത്ര വർദ്ധിപ്പിക്കാൻ, എത്ര നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും വർദ്ധിപ്പിക്കാം. അത് പ്രഭാത പ്രദോഷങ്ങളിലാവുമ്പോൾ മഹത്വം കൂടും. സുബ്ഹാനല്ലാഹയുടെ ഏറ്റവും അഫ്ളലായ സമയമാണ് പ്രഭാത പ്രദോഷങ്ങൾ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫസുബ്ഹാനല്ലാഹ് ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. സുബ്ഹാനല്ലാഹ് ഹീന തുംസൂന, അവർ വൈകുന്നേര സമയത്തായിരിക്കവേയും, വഹീന തുസ്ബിഹൂൻ, അവർ പ്രഭാത നേരത്തായിരിക്കുകയും. അതുകൊണ്ട് പ്രഭാത ദിക്റുകളിൽ, പ്രദോഷ ദിക്റുകളിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 വട്ടമുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 വട്ടമുണ്ട്. അത് രണ്ട് നേരവും രാവും പകലുമായിട്ട്, പ്രഭാതത്തിലും പ്രദോഷത്തിലുമായിട്ട് ഒരു ദിവസം നമുക്ക് 200 വട്ടം ചൊല്ലാം. 100 + 100. പിന്നെ എണ്ണവും കണക്കൊന്നുമില്ലാത്ത അത്ര നമുക്ക് നിർവഹിക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. പിന്നെ സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്ന് പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി. ഓരോ തവണ ചൊല്ലുമ്പോഴും സ്വർഗ രാജ്യത്ത് നമുക്കായി ഒരു സ്വർഗീയ ഈത്തപ്പനയെ അള്ളാഹു നമുക്ക് വേണ്ടി എവിടെ നിക്ഷേപിച്ചു വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി. ഇതൊക്കെ പറയാൻ എത്ര എളുപ്പ സുഹൃത്തുക്കളെ. നമുക്ക് വെറുതെ കിട്ടുന്ന സമയങ്ങൾ, ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, ഇനി അതല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ തടസ്സമല്ല. സ്ത്രീകൾക്ക് അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാവിലെയോ ഉച്ചക്കോ വൈകുന്നേരമൊക്കെ അവർ അടുക്കളയിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ വീട്ടിൽ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ പലപ്പോഴും വെറുതെ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറം ഈ സുബ്ഹാനല്ലാഹുകൾ, ദിക്റുകൾ, അതിനൊക്കെ എത്രത്തോളം മഹത്വമാണുള്ളത്. ഒരു സുബ്ഹാനല്ലാഹയുടെ, ഒരു അൽഹംദുലില്ലയുടെ, ഒരു അല്ലാഹു അക്ബറിന്റെ വെയിറ്റ് നാളെ പരലോകത്ത് മനുഷ്യർ അറിയുമ്പോൾ ഒന്നുകൂടെ ദുനിയാവിലേക്ക് പോയി കിട്ടി ഒന്ന് തിരിച്ചു വരാൻ പറ്റിയെങ്കിൽ എന്ന് മോഹിക്കുമെന്നൊക്കെയാണ് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് മഹത്വം എത്രയായിരിക്കും? അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സുബ്ഹാനല്ലാഹ്, പിന്നെ നമ്മുടെ റുകൂഉകളിൽ സുബ്ഹാനല്ലാഹ് പഠിപ്പിക്കപ്പെട്ടു. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅ്ല, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക സദസ്സ് പിരിയുമ്പോൾ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, അത് സുജൂദിലും റുകൂഇലും ഒക്കെ പറയാവുന്ന തസ്ബീഹ്. നിസ്കാരത്തിന്റെ പിറകെ 33 വട്ടം സുബ്ഹാനല്ലാഹ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങിത്തീരുന്നതിന്റെ മുമ്പ് 33 വട്ടം സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മളോട് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടു. എത്രയാണ് തസ്ബീഹുകൾ! കാരണം അത്രത്തോളം അവനെ വാഴ്ത്തിയാലും പ്രകീർത്തിച്ചാലും തീരാത്തത്ര അവൻ മഹാനാണ്.
അവൻ മഹാപരിശുദ്ധനാണ്. അവനെക്കുറിച്ച് ലോകത്ത് ആരൊക്കെ എന്തൊക്കെ ന്യൂനതകൾ പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു കൊടുക്കൂല. എൻ്റെ നാഥൻ ലോകത്ത് ആരൊക്കെ അവനെക്കുറിച്ച് വേണ്ടാത്തരങ്ങൾ പറയുന്നുണ്ടോ അതിൽ നിന്നെല്ലാം എൻ്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. അതാ സുബ്ഹാനല്ലാഹ്, ഉസബ്ബിഹുല്ലാഹ എന്ന അതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ റബ്ബിനെ പരിശുദ്ധപ്പെടുത്തുന്നു. അമ്മാ ലാ യലീഖു ബിഹി, അവനോട് യോജിക്കാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ആരൊക്കെ പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹുവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പരിശുദ്ധപ്പെടുത്തുന്നു. അപ്പം അതിൻ്റെ മഹത്വം എത്രയാണ്, വലിയ പുണ്യമുണ്ട്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അതേപോലെ ആ സുബ്ഹാനല്ലാഹ് ചേർത്തുകൊണ്ട് പറയുന്ന ദിക്റുകൾ വേറെയുണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഏതുകൊണ്ടും ആരംഭിക്കാന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ള ദിക്റാണിത്. സുബ്ഹാനല്ലാഹ് കൊണ്ട് തന്നെ തുടങ്ങിക്കൊള്ളുന്നില്ല. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയാ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ. എങ്ങനെയും പറയാം. ഇതിനൊക്കെ വലിയ മഹത്വമുണ്ട്. അപ്പോ അത്രമാത്രം കണ്ട സുബ്ഹാനല്ലദീ, ഒരുവൻ മഹാപരിശുദ്ധൻ. അവനെ എങ്ങനെയാ നമ്മൾ വാഴ്ത്താതിരിക്കുക? ലോകം മുഴുവൻ അവനെ വാഴ്ത്തുകയാണ്. വരുന്നത് നമ്മൾ മടിക്കുന്നത്. ലോകം മുഴുവൻ അവനെ വാഴ്ത്തുകയാണ്. ചരാചരങ്ങൾ, ജീവനുള്ളവ മാത്രമല്ല, എല്ലാം അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശഭൂമികളിലുള്ളവ മുഴുവനും അവനെ തസ്ബീഹ് ചൊല്ലുന്നു. എല്ലാം അവനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ഈ പ്രപഞ്ചത്തിൽ ഏതൊക്കെ വസ്തുക്കളുണ്ടോ അല്ലാഹ് ഒഴികെയുള്ളതെല്ലാം, എല്ലാ വസ്തുക്കളും അവനെ എന്ത് ചെയ്യുന്നു? ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്ത് ചെയ്യാണ്? പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയിരിക്കും അത് എന്ന് നമ്മുടെ മനസ്സിൽ ഡൗട്ട് വരുന്നതിന്റെ മുമ്പേ അല്ലാഹ് ക്ലിയറാക്കി പറഞ്ഞു, വലാകിൻ, പക്ഷേ നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചെല്ലും പോലെ അല്ല മറ്റു പ്രപഞ്ചത്തിലെ സൃഷ്ടികളൊക്കെ തസ്ബീഹ് ചെല്ലുന്നത്. അത് ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹുകൾ നിങ്ങൾക്കറിഞ്ഞുകൂടാ. ഇവിടെ കല്ലും മരവും എല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്നാണ്. എല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട്. ചരൽക്കല്ല് തസ്ബീഹ് ചൊല്ലുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൈകളിരിക്കുന്ന ചരൽക്കല്ല് തസ്ബീഹ് ചൊല്ലുന്നത് മുത്തു മുസ്തഫ കേട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂലിനോട് സലാം പറഞ്ഞ ഒരു കല്ല് മക്കയിലുണ്ടായിരുന്നു. ഇന്നും എനിക്ക് ആ കല്ലിനെ അറിയാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് ഹദീസുകളിൽ കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ലോകമല്ല. അപ്പൊ ഇവിടെ അല്ലാഹു തആല എല്ലാത്തിനെയും അവന് അവർക്ക് ആവശ്യമായ നിലക്കുള്ള വളർച്ചയുടെ പടികൾ കയറണമെങ്കിൽ ഇണകൾ വേണം, ജോഡി വേണം. അതുകൊണ്ട് ഇവിടെ എല്ലാത്തിലും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ജോഡികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏർപ്പെടുത്തിയത് അവൻ മാത്രമാണ്. അവൻ എത്ര പരിശുദ്ധനാണ്. ഇല്ലെങ്കിൽ ഇവിടെ ജീവൻ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഇവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് വാഴ്ത്തൂ നിങ്ങൾ അവനെ, പരിശുദ്ധപ്പെടുത്തൂ നിങ്ങൾ അവനെ, സ്തുതിക്കൂ നിങ്ങൾ അവനെ എന്നാണ് പറയുന്നതിന്റെ പൊരുൾ. അപ്പൊ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. വമിമ്മാ ലാ യഅലമൂൻ എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാത്തത്, നമുക്കറിയണ ചെടിയും മനുഷ്യന്മാരൊക്കെ പറഞ്ഞു. നമുക്കറിയാത്ത ഒരുപാട് ഈ പ്രപഞ്ചത്തിലുണ്ട്. അവയിലൊക്കെ എന്തുണ്ട്? ഈ ഒരു ഇണത്വം, ഈ സ്വഭാവം ഉണ്ട് എന്ന് നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ഇനി തുടർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മറ്റു ചില ദൃഷ്ടാന്തങ്ങളാ പറയുന്നത്. വആയതുൽ ലഹുമുൽ ലൈൽ നസ്ലഖു മിൻഹു النهار فإذا هم مظلمون. വആയതുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം തന്നെയാണ്, അവർക്കുള്ള വ്യക്തമായ ദൃഷ്ടാന്തം തന്നെയാണ്. ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞാൽ അദ്ദാല്ലത്തു അലാ വഹദാനിയത്തില്ലാ വഖുദ്റതിഹി ഫീ അലാ ഇഹ്യാഇൽ മൗതാ. അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവം, അവൻ മാത്രമാണ് എല്ലാം പ്രവർത്തിക്കുന്നത്, അവൻ ഏകനാണ്, അവന് മരിച്ചോലെ ജീവിപ്പിക്കാനൊക്കെ കഴിയും, അവൻ അപാരമായ ഖുദ്റത്തിന്റെ ഉടമയാണ് എന്നൊക്കെ മനുഷ്യനെ തെര്യപ്പെടുത്തുന്ന അടയാളങ്ങളാണ്. അതാണ് വആയതുൽ ലഹും. നേരത്തെ ഒരു ആയത്തുൽ ലഹും പറഞ്ഞില്ലേ, എന്ത്? വആയതുൽ ലഹുമുൽ അർദുൽ മൈത്തത്തു. ഇനി അങ്ങോട്ട് കണക്ട് ചെയ്ത് പറയുന്നു. വആയതുൽ ലഹും, അവർക്കുള്ള അടയാളം തന്നെയാണ് അല്ലൈലു, രാത്രി. രാത്രി ഒരു വലിയ അത്ഭുത ദൃഷ്ടാന്തമാണ്. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു, നാം ഊരിയെടുക്കുന്നു, മിൻഹു, അതിൽ നിന്ന്, അന്നഹാറ, പകലിനെ, പകലിനെ രാത്രിയിൽ നിന്ന് നാം അങ്ങ് തൊലിയുരിച്ച് മാറ്റുകയാണ്. സലഹ എന്ന് പറഞ്ഞാൽ ശരിക്ക് ആട്ടിനെയൊക്കെ അറുത്തിട്ട് അതിൻ്റെ തൊലി ഉരിക്കൂലേ, അതിനാണ് ശരിക്ക് സലഹ എന്ന് പറയാ. അപ്പൊ ഇവിടെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തെ അങ്ങോട്ട് മാറ്റും. ഇരുളിൽ നിന്ന് പ്രകാശത്തെ ആട് മാറ്റിയാണ്, ഊരി മാറ്റി വെക്കുമ്പോൾ
ഫഇദാഹും അന്നേരമതാ അവർ മുദ്ലിമൂൻ ഇരുട്ടിലായി തീരുന്നു, അവർക്ക് രാത്രി വരുന്നു. അപ്പം അടിസ്ഥാനം രാത്രിയായിട്ടാണ് പറയുന്നത്. അതിലിടക്ക് പകലിനെ കടത്തും, പിന്നെ ആ പകലിനെ അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം, അതിൽ നിന്നിട്ട് ഊരി മാറ്റും. അപ്പോൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് രാത്രിയാവും. ഇതൊരു വലിയ ദൃഷ്ടാന്തമായിട്ട് നമ്മളോട് പറയുന്നത്. നമുക്കെന്താ ഇപ്പോൾ രാവിലെ ആവുന്നു, വൈകുന്നേരം ആവുന്നു, രാത്രിയാകുന്നു, പകലാകുന്നു, നമുക്കിപ്പോൾ വലിയ ചിന്തയൊന്നുമില്ല അല്ലേ? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മനസ്സിലാകുന്ന ചില ചോദ്യങ്ങൾ സൂറത്തുൽ ഖസസിലെ 71, 72 ആയത്തുകളിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് റബ്ബിന്റെ ഒരു ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ചോദ്യമാണ്. അതെന്താ? സൂറത്ത് ഖസസിലെ 71-ാമത്തെ ആയത്തിൽ അള്ളാഹ് ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാ അഫലാ തസ്മഊൻ. ഖസസിലെ 71-ാമത്തെ ആയത്താ. എന്താ? നബിയെ ചോദിക്കുക അവരോട്, പറയൂ അവരോട്, അറഅയ്തും എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് കാര്യം? ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദാ, അല്ലാഹു എങ്ങാനും രാത്രിയെ പകല് പുലരാതെ ഇവിടെ രാത്രി തന്നെ എപ്പോഴും ഇങ്ങനെ നിലനിർത്തുകയാണ്, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇവിടെ സൂര്യൻ ഉദിക്കുന്നില്ല, പകല് വരുന്നില്ല, ഇവിടെ രാത്രി മാത്രമായിട്ടുള്ള ഒരവസ്ഥയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാഹയല്ലാതെ മറ്റ് ആരുണ്ടടോ? യഅതീകും ബിളിയാ, നിങ്ങൾക്ക് പ്രകാശത്തെ കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക് വേറെ ആരുണ്ട്? ആർക്ക് സാധിക്കും? പടച്ചോന്റെ ചോദ്യമാണ് ഇത്. നമുക്കൊക്കെ മനസ്സിലാവും. ഇവിടെ നേരം പുലരുന്നില്ല, രാത്രി എന്നെയെന്ന് വിചാരിച്ചോ, ഒരൊറ്റ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? എന്ത് വളരണമെങ്കിലും സൂര്യപ്രകാശം വേണ്ടേ? ഇവിടെ ചെടികൾ വളരണമെങ്കിൽ, മനുഷ്യൻ വളരണമെങ്കിൽ, ഏത് വസ്തുക്കൾ വേണമെങ്കിലും, ഏത് വേണം? ഇവിടെ സൂര്യൻ വേണം. സൂര്യപ്രകാശം ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. കാലാകാലം ഇവിടെ ഇരുട്ടാണെങ്കിൽ ഇവിടെ ജീവിതം ഉണ്ടാവില്ല. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഇരുട്ട് തന്നെയാണ്. പകലിനെ കൊണ്ടുവന്ന് തരാൻ നിങ്ങൾ റബ്ബല്ലാത്തവരെ പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആരെ കൊണ്ടാ ഇവിടെ കൊണ്ടുവരാൻ പറ്റുക? നിങ്ങൾക്ക് വല്ല ഇലാഹുകളും ഉണ്ടോ സൂര്യനെ കൊണ്ടുവന്ന് തരാൻ? വെളിച്ചം തരാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത വചനം നോക്കൂ, നേരെ അതിന്റെ മറുവശം കൂടി ചോദിക്കുകയാണ്. ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈൽ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. നബിയെ ചോദിക്കവരോട്, എന്താ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദാ, അല്ലാഹു എങ്ങാനും ഇവിടെ സൂര്യൻ അസ്തമിക്കാത്ത ഒരവസ്ഥയാണ് ചെയ്തിരുന്നതെങ്കിൽ, പകല് പോകുന്നില്ല, രാത്രി വരുന്നില്ല, എന്നും പകലാണ്, ഇവിടെ എന്നും പകലാണ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ, മന്നിലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾക്ക് ഏതിലാഹാണടോ, ആരാണടോ ഉള്ളത്? യഅതീകും ബിലൈൽ, നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവന്ന് തരാൻ. എങ്ങനത്തെ രാത്രി? ആ രാത്രി ഉള്ളത് കൊണ്ടാണ് തസ്കുനൂന ഫീ, നിങ്ങൾ ശാന്തമായി ഉറങ്ങുന്നു, വിശ്രമിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. വജഅൽനൽ ലൈല ലിബാസാ, നിങ്ങൾക്ക് രാത്രിയെ ഒരു പുതപ്പാക്കി, ഒരു വസ്ത്രമാക്കിയിട്ടാ തന്നത്, വളരെ ശാന്തമായി നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ. വജഅൽനാ നൗമകും സുബാതാ, അങ്ങനെ രാവ് നമുക്ക് തന്നത് റഹ്മാനായ റബ്ബാണ്, പകൽ അവനാ തന്നത്. എന്നും ഇവിടെ രാവോ എന്നും പകലോ ആണെങ്കിൽ ആരാതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും? ആരെങ്കിലും ഉണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? ലോകത്ത് എത്ര മുശ്രിക്കുകൾ കഴിഞ്ഞുപോയി ഇന്ന് വരെ? വാദത്തിന് വേണ്ടി ഒന്ന് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി പോലും ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ സൂര്യനെ ഞങ്ങൾ കൊണ്ടുവരും, ചന്ദ്രനെ ഞങ്ങൾ കൊണ്ടുവരും? സാധിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഗജപോക്കിരിയായിരുന്നു നമ്രൂദ്. വലിയ പോക്കിരിയായിരുന്നല്ലോ നമ്രൂദ് രാജാവ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് സംവാദത്തിൽ വരെ ഏർപ്പെട്ടിട്ട് ഞാനാണ് ജീവിപ്പിക്കുന്നവൻ, ഞാനാണ് മരിപ്പിക്കുന്നവനൊക്കെ വെല്ലുവിളിച്ച് ഒരാളെ കൊന്ന് മറ്റൊരാളെ കൊല്ലാതെ വിട്ടു. അങ്ങനെയൊക്കെ വീമ്പളപ്പിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരൊറ്റ ചോദ്യത്തിലാണ് അവൻ്റെ ഉത്തരം മുട്ടിച്ചത്. എന്താ ചോദിച്ചത്? ഖാല ഇബ്രാഹിമു فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر. ഇബ്രാഹിം നബി ഒറ്റ ചോദ്യമാണ് നമ്രൂദിനോട് ചോദിച്ചത്. അതൊക്കെ പെജ്ജ ചെയ്യണമല്ലേ, ഒരൊറ്റ ചോദ്യത്തിന് നീ ഒന്ന് മറുപടി തന്നാൽ മതി. ഇപ്പൊ ഈ നിലവിൽ നമ്മൾ കാണുന്നതൊക്കെ സൂര്യൻ കിഴക്കുന്ന ഉദിക്കുന്നത്, ഇതൊന്ന് പടിഞ്ഞാറുന്ന് ഉദിപ്പിച്ചേ. സൂര്യൻ ഒന്ന് പടിഞ്ഞാറുന്ന് ഉദിപ്പിക്ക്. മിണ്ടാട്ടം മുട്ടി. ഫബുഹിതല്ലദീ കഫർ, സത്യനിഷേധിയായ നമ്രൂദ് രാജൻ ഉത്തരം മുട്ടി, നാവടങ്ങിപ്പോയി. പിന്നൊന്നും പറയില്ല.
ഈ ചോദ്യങ്ങളൊക്കെ ഏത് കാലത്തും മുഴങ്ങുന്ന ചോദ്യങ്ങളാണ്. ഇതൊക്കെ അള്ള പറയുന്നത് എന്തിനാ? ഇതൊക്കെ റബ്ബാണ് ഇതിൻ്റെയൊക്കെ പനി. എന്നിട്ട് റബ്ബ് നിശ്ചയിച്ച രാത്രി, റബ്ബ് നിശ്ചയിച്ച പകല്, ആ രാത്രി തോന്നിയാസം ചെയ്യുക, പകല് തോന്നിയാസം ചെയ്യുക, ആ റബ്ബിനെ വെല്ലുവിളിക്കുക, ആ റബ്ബിനെ ചോദ്യം ചെയ്യുക. അവൻ സൃഷ്ടിച്ച രാവിലിരുന്നു കൊണ്ട്, അവൻ സൃഷ്ടിച്ച പകലുകളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ മനുഷ്യ നന്ദി കെട്ടവനെ നിനക്കതിന് സാധിക്കുന്നത് എന്നാ റബ്ബിൻ്റെ ഈ ചോദ്യമൊക്കെ. അപ്പൊ അവർക്ക് ചിന്തിക്കാനുള്ളൊരു ദൃഷ്ടാന്തമാണ് അവരിലേക്ക് രാത്രി കടന്നു വരുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാവും പകലുമൊക്കെ മാറി മാറി വ്യത്യാസപ്പെട്ട് വരുന്നതിലുമുണ്ട്. ലആയാത്തിൻ, വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക്, തലയിൽ വല്ല കാമ്പുമുള്ളവർക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. എന്നും രാത്രി ഒരേ മണിക്കൂറല്ല, എന്നും പകലൊരു മണിക്കൂറും അല്ല. ചിലപ്പോൾ വ്യത്യാസപ്പെടും, ചിലപ്പോൾ രാത്രി കൂടുതൽ, ചിലപ്പോൾ പകല് കൂടുതൽ. എവിടുന്നാ ഈ വ്യത്യാസം? എവിടുന്നാ സൂര്യൻ ഉദിക്കുന്നത്? നമുക്കൊക്കെ കിഴക്കുന്നും അസ്തമിക്കുന്നതൊക്കെ പടിഞ്ഞാറുന്നുമാണ്. പക്ഷേ ഓരോ ദിവസവും സൂര്യൻ്റെ ഉദയം നടക്കുന്ന പോയിന്റുകൾ വ്യത്യസ്തമാണ് എന്ന് ശാസ്ത്രലോകം പറയുന്നു. അതിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ കൃത്യവും വ്യക്തവുമായ സൂചനയല്ലേ. അല്ലാഹു തആല പറഞ്ഞില്ലേ, റബ്ബുൽ മശാരിഖി വൽ മഗാരിബ്, മശ്രിഖുകളുടെ റബ്ബാണവൻ, മഗ്രിബുകളുടെ റബ്ബാണവൻ. കണ്ടോ, ഒരു മശ്രിഖല്ല, രണ്ട് മശ്രിഖും അല്ല, മശാരിഖുകളുണ്ട്, മഗാരിബുകളുണ്ട് എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നും കിഴക്കുന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എങ്കിലും എന്നും ഒരേ പോയിന്റിൽ നിന്നല്ല കിഴക്കുന്ന് സൂര്യൻ പൊങ്ങുന്നത്, അസ്തമിക്കുന്നതും ഒരേ പോയിന്റിലല്ല. ഒരുപാട് ഉദയസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് അസ്തമന സ്ഥാനങ്ങളുണ്ട്. അത് ഖുർആൻ പറയുന്നത്. ഇതിപ്പോ അന്ന് കണ്ടെത്തിയാണ്. ഇത് ഖുർആൻ പറയുന്ന ഈ കാലത്ത് കിഴക്കുന്നു ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു. എന്തായി മശാരിഖ്, എന്തായി മഗാരിബ്? എന്നിട്ട് അവർ വിശ്വസിച്ചില്ലേ? അവൻ പറഞ്ഞിട്ട് അള്ള പറഞ്ഞില്ലേ, ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുകദിബാൻ, നിങ്ങളുടെ യജമാനനായ റബ്ബിന്റെ എന്തെന്ത് അനുഗ്രഹങ്ങളെയാണ് ഇനിയും നിങ്ങൾ കളവാക്കുന്നത്, ചിന്തിച്ചുകൂടെ എന്ന് റബ്ബ് ചോദിച്ചത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുകദിബാൻ. ഓരോ ദൃഷ്ടാന്തങ്ങൾ എടുത്ത് ഇങ്ങനെ ചോദിക്കല്ലേ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അവിടെയൊക്കെ എത്ര സൃഷ്ടി വൈഭവങ്ങൾ എടുത്ത് പറയുന്നത്. കരയുടെ സൃഷ്ടിപ്പ്, കടലിന്റെ സൃഷ്ടിപ്പ്, ഒരുപാട് അത്ഭുതങ്ങൾ എടുത്ത് ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹ് ഇടക്കിടക്ക് 33ഓളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചു, മനുഷ്യവർഗമേ, ജിന്നുവർഗമേ, ഇനിയും നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്തേ മനസ്സിലാവാതെ നിങ്ങൾ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നത്? എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത് എന്നാണ് ആ ചോദ്യം അങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, റബ്ബ് നമുക്ക് ചെയ്തു തരുന്ന നിഅമത്തുകളാണ് നമുക്ക് രാത്രി അള്ളാഹ് നമുക്ക് നിശ്ചയിച്ച് തന്നത് വലിയ നിഅമത്താണ്. അങ്ങനെ നിങ്ങൾ രാത്രി, ആ പകലിന്റെ വെളിച്ചത്തെ രാത്രിയിൽ നിന്നങ്ങട്ട് ആട്ടിന്റെ ഒക്കെ തൊലി ഉരിച്ചു നീക്കും പോലെ അതിലൊക്കെ ഒരുപാട് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാവും. നമുക്കതിനെപ്പറ്റി അറിഞ്ഞൂടായിട്ടാണ്. ഇതൊക്കെ വിവരിക്കാൻ അറിയാവുന്ന, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരുപാട് പറയാനുണ്ടാകും. വിശുദ്ധ ഖുർആനിന്റെ നമ്മളൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത വചനങ്ങൾ വായിച്ചും അറിഞ്ഞും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരൊന്നും നമ്മൾ കണ്ട ആയത്തുകളും ഹദീസുകളൊന്നും കണ്ടിട്ടല്ല. അവർ നമ്മൾ മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങൾ ഈ ഖുർആനിലുണ്ട് എന്ന് അത്ഭുത സ്തബ്ധരായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാ. ഇതൊക്കെ ആ കാലത്ത് ഖുർആൻ പറഞ്ഞോ? ഇന്ന് പലരും പറയണ 6-ാം നൂറ്റാണ്ടെന്ന് ബസ് ഇട്ടിട്ടില്ല അവന്, 6-ാം നൂറ്റാണ്ടെന്ന് വണ്ടി ഇട്ടിട്ടില്ല അവന് എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നില്ലേ? ആ 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അത്ഭുത സ്തബ്ധനായി നിൽക്കാണ് ലോകം, തരിച്ച് നിൽക്കാണ്. അന്ന് അവതരിച്ചൊരു ഗ്രന്ഥത്തിൽ എങ്ങനെ ഇതൊക്കെ പറഞ്ഞത് എന്ന് അത്ഭുതം കൂറുകയാണ്. അതാണ് ഖുർആനിന്റെ മഹിമ. അത് പറഞ്ഞാലും തീർത്താലും എഴുതിയാലും ഒന്നും തീരൂല. അതാണ് റബ്ബിന്റെ കലിമാത്തുകൾക്ക് വ്യാഖ്യാനം ചമക്കാൻ മനുഷ്യന് അസാധ്യമാണ്. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദാ. സൂറത്തുൽ കഹ്ഫ് നമ്മളൊന്നും പാരായണം ചെയ്തില്ലേ? റഹ്മാനായ റബ്ബിൻ്റെ കെലിമാത്തുകളുടെ പൊരുൾ വിശദീകരിക്കാൻ വേണ്ടി ഇവിടെ പ്രപഞ്ചത്തിലുള്ള സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയായി മാറ്റി, ഇവിടെ കാണുന്ന ചരാചരങ്ങളെ മുഴുവനും പേനയാക്കി മാറ്റിയിട്ട് വിവരിക്കാൻ നിന്നാലും തീരൂല.
കെലിമാത്തുകൾ പിന്നെയും ബാക്കിയുണ്ടാകും, വിവരണങ്ങൾ അവസാനിക്കൂല എന്നാണ്. ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നുണ്ടോ സുഹൃത്തുക്കളെ? അത്രത്തോളം റബ്ബിൻ്റെ വിശാലതയാണ്. നമ്മൾ നിവസിക്കുന്ന ഭൂമിയെക്കുറിച്ച് നമ്മൾ എന്തറിഞ്ഞു? നമ്മളെ നാട്ടിനെ കുറിച്ച് എന്തറിഞ്ഞു? എന്നിട്ടല്ലേ നമ്മളെ ഭൂമി മൊത്തം അതിൻ്റെയും എത്രയോ ഇരട്ടി വ്യാസവും വ്യാപ്തിയും വലിപ്പൊക്കെ ഉള്ള സൂര്യൻ നമ്മളെന്തറിഞ്ഞു? അവിടുന്ന് അങ്ങോട്ട് പിന്നെയും ഒരുപാട് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ എന്തറിഞ്ഞു? നമ്മൾ എന്തറിഞ്ഞിട്ടായി ഈ കിബർ? അപ്പൊ റബ്ബ് പറയാണ്, ഇതൊക്കെ ചിന്തിക്ക്. നിങ്ങൾക്ക് രാത്രിയിൽ സുഖമായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ലേ? ആരാ ഈ രാത്രിയെ, കുളിര് പകരുന്ന രാത്രിയെ ശാന്തമായി നിങ്ങൾക്ക് ഉറങ്ങാൻ? നിങ്ങളുടെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് മനുഷ്യന് ഇരുട്ടില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല, അല്ലേ? ലൈറ്റ് ഓഫ് ആക്കിയിട്ടല്ലേ നമ്മൾ കിടക്കുന്നത്. ഒരു ചെറിയ വെളിച്ചെണ്ണ ഇപ്പോൾ ഒരു ഓഫാക്കും നമ്മൾ. എന്താണ്? ആ ശാന്തമായി ഉറങ്ങണം, അല്ലേ? റഹ്മാനായ റബ്ബ് പറയാണ്, നിങ്ങൾക്ക് ആരാ കൊണ്ടുവന്ന് തരിക അത്ര ശാന്തമായത്? ആ വിധത്തിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നപ്പ. അപ്പൊ അങ്ങനെ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ ഫൈദാഹും മുസ്ലിമൂൻ, നിങ്ങളതാ എന്ത് ചെയ്യുന്നു? അവർ ഇരുട്ടിലകപ്പെടുന്നു. അപ്പൊ ഇരുട്ട് അള്ളാഹു തരുന്നതാണ്. ഇരുട്ടിന് ഒരുപാട് ഷെറുണ്ട് ഖൈറുണ്ട്. അത് ഏത് വസ്തുവിനുണ്ട്? ഇവിടെ ഖൈറുണ്ട് ഷെറുണ്ട്. ഏത് വസ്തുക്കൾക്കും അള്ള പടച്ച എല്ലാ വസ്തുക്കളിലും ഉണ്ടാകും അതിൻ്റെ ഖൈറും ഷെറും ഒക്കെ. അതുകൊണ്ടാണ് 113-ാമത്തെ അധ്യായം അള്ളാഹുവിനോട് നമ്മൾ എന്താ കാവൽ ചോദിക്കുന്നത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. കണ്ടോ? അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. രാത്രി അതിൻ്റെ ഇരുൾ മൂടുമ്പോഴുണ്ടാകുന്ന ഷെറുകളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്നു. അപ്പൊ രാത്രിയാവുമ്പോൾ നമുക്ക് ചില മര്യാദകളുണ്ട്. മുസ്ലിമീങ്ങളായ നമുക്ക് രാത്രിയാകുമ്പോൾ കുറച്ച് മര്യാദകളുണ്ട്. രാത്രി സന്ധ്യാനേരമാകുമ്പോൾ തന്നെ നമുക്ക് പ്രകീർത്തനങ്ങളുണ്ട്. മറ്റു മതക്കാർ സന്ധ്യാനാമം ചൊല്ലുക എന്ന് പറയുന്നില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റബ്ബിനെ പ്രകീർത്തിക്കണം. അസർ കഴിഞ്ഞ് മഗ്രിബിനോട് അടുക്കുന്ന ഇടയ്ക്കുള്ള സമയമാണ് നമ്മുടെ ആ സന്ധ്യാസമയത്തിൽ ചൊല്ലേണ്ടുന്ന ദിക്റുകൾ, അദ്കാറുൽ മസാ. അവിടെ മുതൽക്ക് നമ്മൾ രാത്രിയെ സ്വീകരിക്കാൻ ഒരുങ്ങാണ്. അപ്പൊ എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹിൽ ലൈല ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല ലെ അംസൈനാ വ അംസൽ മുൽക്കു ലില്ലാഹ് വൽഹംദുലില്ലാഹ്. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താ? അല്ലാഹുവേ, ഈ രാത്രിയുടെ ഖൈറിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ രാത്രിക്ക് ശേഷം വരുന്ന സമയത്തിന്റെ ഖൈറിൽ നിന്നും നിന്നോട് ചോദിക്കുന്നു. ഈ രാത്രിയുടെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ശേഷമുണ്ടാകാവുന്ന ഷെറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറയുന്നില്ലേ? അംസൈനാവ അംസൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ എന്നുള്ള ദിക്റിലൂടെ ചൊല്ലണം. നമ്മൾ പറയണം, അർത്ഥറിഞ്ഞു പറയണം എന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പോഴേ നമ്മളെ സന്ധ്യാപ്രകീർത്തനം മനസ്സിൽ ഇട്ടുള്ളൂ. അങ്ങനെ നമ്മളെ മഗ്രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് ഏറ്റവും അഫ്ദലായ സമയം. ഏതിന്? അദ്കാറുൽ മസാഇന്. അങ്ങനെ അത് കഴിഞ്ഞു ആ സമയത്ത് തന്നെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് അത് പറയുന്നുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം അത് പറയുന്നുണ്ട്. മഗ്രിബ് നമസ്കാരമുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് സുന്നത്ത് നിസ്കാരമുണ്ട്. രാത്രികളിൽ നമുക്ക് ദിക്റുകളുണ്ട്. ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പ് ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. രാത്രികളിൽ പാരായണം ചെയ്യാവുന്ന സൂറത്തുകളുണ്ട്. സൂറത്തുൽ മുൽക്കുണ്ട്, സൂറത്തു സുമറുണ്ട്, ഇസ്രാ ഉണ്ട്. അതൊക്കെ ഡെയിലി നബിതങ്ങൾ പാരായണം ചെയ്തിരുന്നതാണ്. നമുക്കൊന്നും അതിനൊന്നും കഴിയില്ല. സൂറത്തുൽ ഇസ്രാ എത്ര വലിയ ആയത്താ, എത്ര വലിയ സൂറത്താ. സൂറത്തു സുമറും ഒരുപാട് ആയത്തുണ്ട്. പിന്നെ സജദയുണ്ട്, മുൽക്കും ഒക്കെ ഉണ്ട്. നമുക്ക് ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വദത്തൈനി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, മറ്റു ദിക്റുകൾ പോലെയൊക്കെ രാത്രികളിൽ ചൊല്ലേണ്ടത് എത്രയുണ്ട്. മാത്രമല്ല, രാവ് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില മര്യാദകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത് സാന്ദർഭികമായി നമ്മളിവിടെ ഓർക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയായി കഴിഞ്ഞാൽ ഇദാ കാന ജുൻഹുൽ ലൈലി ഔ അംസൈതും, നിങ്ങൾ രാത്രിയിലേക്ക് പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ അവസാനിക്കണ ആ സമയം, അതാണ് മൂവന്തി, എന്താന്ന് പറയാ, മൂവന്തി നേരം അല്ലേ? മൂവന്തി നേരം, ആ സന്ധ്യാസമയം. പിന്നെ അതാണ് നമ്മളെ നാടൻ മലയാളത്തിൽ മോന്തി എന്ന് പറയും. മോന്തിക്ക് ഒന്ന് മോന്തിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുതിയ കുട്ടികളോടും നിനക്കെന്താ മോന്തിക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്താ സംഭവം. അതാണ് അങ്ങനെ അസ്തമയോടടുത്തുള്ള സമയമാണ്. അതാണ് മൂവന്തി എന്നാണ് നല്ല മലയാളം. മൂവന്തി നേരത്ത് എന്ന് പറയണം, മൂവന്തി. അപ്പൊ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഫകുഫു സിബിയാനക്കും, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം എന്നാണ്. മഗ്രിബിന്റെ ആ സമയത്ത് ഇങ്ങനെ ഇരുട്ട് ഇങ്ങനെ വരുന്ന ആ സന്ധ്യയോട് ആ മൂവന്തി നേരത്ത് കുട്ടികൾ എന്ത് ചെയ്യരുത്? കൊച്ചു കുട്ടികളെ സിബിയാനിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? പുറത്തേക്ക് വിടരുത്. ഫൈന ശൈത്താന യന്തശിറു ഹീനഇദിൻ, ശൈത്താനിന്റെ പ്രത്യേകം ചില അതിവികൃതമായ
ചില പാച്ചിലുകളുള്ള, അതല്ലെങ്കിൽ വിഹാരമുള്ള സമയമാണത്. എന്താണതെന്ന് അള്ളാഹുവിനെ അറിയൂ. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് അത് പറഞ്ഞു. ആമന്ന, നമ്മളത് വിശ്വസിക്കുന്നു. ആ സമയത്ത് അതേ അവസരത്തിൽ ഫൈദാ ദഹബ സാഅത്തും മിനൽ ലൈലി ഫഖല്ലുഹും, അങ്ങനെ രാത്രി കുറച്ചാണ് കഴിഞ്ഞു, ഒന്ന് ഇരുട്ടൊക്കെ ഉണ്ടായി, പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ വിട്ടോന്ന്. അപ്പൊ എന്താണ് പറയുന്നത്? അപ്പൊ അത് നേരെ എതിരല്ലേ പറയണ്ടേ? അല്ല, കുറച്ചൊക്കെ വെളിച്ചുള്ള സമയത്ത് പുറത്തൊക്കെ വിട്ടോളി, നല്ല ഇരുട്ടായ അകത്ത് കയറ്റിക്കോളിന്നല്ലേ. എന്നാ അള്ളാന്റെ റസൂൽ അങ്ങനെ അല്ല പറയുന്നത്. അള്ളാന്റെ റസൂൽ അപ്പം നിങ്ങൾ പിടിച്ചു വെച്ചോ, പിന്നെ കുറച്ച് ഇരുട്ടായാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിന്റെ ആ സമയം കടന്നു എന്നാണ് ആ പറയുന്നത്. തീർന്നില്ല, അതൊരു മര്യാദയാണ്. ഇത് പണ്ട് ആൾക്കാർ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാം ഖുറാഫാത്തല്ല, ചിലതൊക്കെ അവർ പറയുന്നതിൽ ഉളിയുണ്ട്, എല്ലാം ചിപ്പിളി അല്ല. ഉളിയും ചിപ്പിളിയും മനസ്സിലായോ? ഞങ്ങളുടെ നാട്ടിലെ ഈ മരത്തുമ്മൽ ഈ ചെന്തേരിട്ടിട്ട് ഇങ്ങനെ ആശാരികൾ ഇങ്ങനെ ഒഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന വേസ്റ്റിനാണ് ഞങ്ങൾ എന്താ പറയുക, ചിപ്പിളി എന്ന് പറയാം. ഒറിജിനൽ സാധനം, ഇതിന് മേടാൻ ഉപയോഗിക്കുന്ന വാല്യൂ ഉള്ള സാധനം എന്ത്? ഉളി. അപ്പോൾ ഉളി നീക്കുന്ന, ചിപ്പിളി നീക്കുമ്പോൾ ഉളി നീക്കരുത് എന്ന് സാധാരണ ഒരു പ്രയോഗം പറയും ഞങ്ങളുടെ നാട്ടിൽ. ചിപ്പിളി നീക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടി നീക്കരുത്, ഉളിയും കൂടി കച്ചറയിൽ കൊണ്ടിടരുത് എന്ന് പറഞ്ഞാൽ ഉള്ളത് പറയണം, ഇല്ലാത്തത് ഒഴിവാക്കേണ്ടത്. അപ്പം ഇങ്ങനെ ചില പഴമക്കാർ പറയുമ്പോൾ കുട്ടികളെ അന്ത്യസമയമാകുമ്പോൾ ഇപ്പം കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങണ്ടടാന്ന് പറയുമ്പോൾ അതൊക്കെ ഖുറാഫാത്താണെന്ന് പറയണ്ടാന്ന്. ഉണ്ട്, അതായത് ഇതിലുണ്ട്. ഇതിൻ്റെ കാരണവും പറഞ്ഞു. എന്നാൽ എല്ലാം അത് വിചാരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കണ്ട എന്നാണ്. ഇപ്പം രാത്രിയിൽ തുന്നാൻ പാടില്ല എന്ന് പറഞ്ഞു ടൈലർമാർ കഷ്ടപ്പെട്ടു പോകില്ലേ? രാത്രിയിൽ തുന്നാൻ പാടില്ല, അത് ആകെ ദാരിദ്ര്യം ഉണ്ടാവും വീട്ടിൽ. എന്നാൽ ഒറ്റ ടൈലർ കുഞ്ഞിപ്പോൾ രാത്രിയിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ? രാത്രി വീട് അടിച്ചു വാരാൻ പാടില്ല എന്ന് പറയും. പിന്നെ വീട് വൃത്തിയാക്കണ്ടേ രാത്രി? അങ്ങനെയുള്ളതല്ല. അപ്പം അത് ചിപ്പിളിയാണ്. അത് വിചാരിച്ചിട്ട് ഈ ഉളി തള്ളരുത്. ഉള്ളതുണ്ട്, ഇല്ലാത്തത് ഒഴിവാക്കുക, ഉള്ളത് നമ്മൾ സ്വീകരിക്കുക എന്നർത്ഥം. ഇനി നോക്കൂ, നിങ്ങൾ അടുത്ത നിർദ്ദേശം അഗ്ലിഖുൽ അബ്വാബ, നിങ്ങൾ വാതിലൊക്കെ ശരിക്കും ഭദ്രാക്കിയിട്ട് അടച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. വാതിൽ ലോക്ക് ചെയ്ത് പൂട്ടിക്കിടക്കണം. അഗ്ലിഖുൽ അബ്വാബ് വദ്കുറു ഇസ്മല്ലാഹ്, ബിസ്മി ചൊല്ലി വാതിൽ പൂട്ടണം എന്നാ പറയും. വാതിൽ നിങ്ങൾ ക്ലോസ് ചെയ്യണം ബിസ്മി ചൊല്ലിയിട്ട്. ബിസ്മി ചൊല്ലി വാതിൽ ക്ലോസ് ചെയ്യണം. ഫൈന ശൈത്താന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖാ, ബിസ്മി ചൊല്ലി അടക്കപ്പെട്ട ഡോർ ശൈത്താന് തുറക്കാൻ പറ്റൂല. അപ്പോൾ യുക്തിവാദി ചോദിക്കുകയാണ്, അതിനിപ്പോൾ എന്താപ്പോൾ ഇങ്ങനെ ബിസ്മി എല്ലാവരും അടച്ചാലും ശൈത്താന് തുറക്കാൻ വേണോ? നിങ്ങളെ എല്ലാത്തിൽ കൂടിയും കയറുന്ന ശൈത്താൻ ഇപ്പം എന്താ വാതിൽപ്പതി കൂടിയും കയറിക്കൂടെ? അതൊന്നും യുക്തിയാണ്, ഇത് യുക്തിവാദം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ് ഇങ്ങനെ ബിസ്മി ചൊല്ലി വാതിലടച്ചു. വഅൗഖൂ ഖിറബക്കും, നിങ്ങളുടെ വെള്ളപ്പാത്രങ്ങളെ നിങ്ങൾ കെട്ടിവെക്കണം. അന്ന് വെള്ളപ്പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തോൽപാത്രങ്ങളിലാണ് വെള്ളം ശേഖരിക്കുക. ആട്ടിനെ അറുത്ത തൊലി കൊണ്ട്, ഒട്ടകത്തിൻ്റെ തൊലി കൊണ്ട്, പശുവിൻ്റെ മാടുകളുടെയൊക്കെ തൊലി ഉണക്കി അത് ശുദ്ധിയാക്കിയിട്ട് അതൊരു പാത്രം മോഡലാക്കിയിട്ട് അതിലാണ് ശുദ്ധജലം കെട്ടിയിട്ട് അതിൻ്റെ തലങ്ങനെ കെട്ടി ഭദ്രാക്കും. അങ്ങനെ അത് ഒട്ടകപ്പുറത്ത് കയറ്റി വെച്ചിട്ടാണ് യാത്രയിലൊക്കെ കുടിവെള്ളം കൊണ്ടുപോവുക അന്നത്തെ അറബികൾ. അപ്പോൾ ആ കിറബുകൾ, തോൽപാത്രങ്ങൾ നിങ്ങൾ ബന്ദവസ്സാക്കി കെട്ടിവെക്കണം. വദ്കുറു ഇസ്മല്ലാഹ്, ബിസ്മി ചൊല്ലി കെട്ടിവെക്കണം. വഖമ്മിറൂ ആനിയതക്കും, നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം. വദ്കുറു ഇസ്മല്ലാഹ്, ബിസ്മി ചൊല്ലിയിട്ട്. നമ്മൾ ശരിക്കും വീടുകളിൽ പാത്രങ്ങൾ ഒരിക്കലും പ്ലേറ്റ് ആവട്ടെ ഗ്ലാസ്സുകളാവട്ടെ മലർത്തി വെക്കരുത് എന്നാണ്. മൂടി വെക്കണം. മലർത്തി വെച്ചിട്ടാണോ? മൂടി വെക്കണം. ഒന്നും കിട്ടാനില്ലെങ്കിൽ ഒരു കമ്പെങ്കിലും നിങ്ങൾ അതിൻ്റെ മേലെ വെക്കണം എന്നാണ് പറയുന്നത്. ഫുൾ മൂടാ ഒന്നും കിട്ടണില്ല എങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടെങ്കിലും അതിൻ്റെ മീതെ ഒരു കുറുകെ നിങ്ങൾ വെച്ചാൽ മതി. നോക്കൂ, നിങ്ങൾ ഭക്ഷണമുള്ളവ, വെള്ളമുള്ളവ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നിലയ്ക്ക് തന്നെ നിങ്ങളത് മൂടി വെക്കണം. കൃത്യമായിട്ട് പറയണം. അപ്പോൾ വെള്ളപ്പാത്രങ്ങൾ, ഭക്ഷണമൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ ഇങ്ങനെ തുറന്നിങ്ങനെ വെച്ച് പോകും, മൂടി വെക്കൂല. ഉച്ചക്ക് കഴിച്ച് ഇനി ആൾക്കാർ കഴിക്കാണ്ടാവും ബാച്ചിലേഴ്സ് റൂമുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ കുറേ ഭക്ഷണം ഉണ്ടാവും. ബാക്കിയുള്ളത് അങ്ങനെ രാത്രി ആവോളം ഇരിക്കുമൊക്കെ തുറന്നിട്ട് പറ്റൂല എന്നാണ്. അത് മൂടി വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതിനെ കുറിച്ച് പോലും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ ഫ്രിഡ്ജിൽ നിങ്ങൾ വെക്കുന്ന ആ പാത്രം മാത്രമേ ഉള്ളൂ എങ്കിൽ ചിലപ്പോൾ വിരോധമല്ല. അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ, നമ്മുടെ ഫ്രിഡ്ജുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാവില്ലേ? ഒരു ഭാഗത്ത് ഇറച്ചി ഉണ്ടാവും, ഒരു ഭാഗത്ത് മീനുണ്ടാവും, ഒരു ഭാഗത്ത് മധുരം ഉണ്ടാവും, ഒരു ഭാഗത്ത് ഐസ്ക്രീം ഉണ്ടാവും, ഒരു ഭാഗത്ത് മാങ്ങ ഉണ്ടാവും, ഒരു ഭാഗത്ത് തേങ്ങ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പുറത്ത് കോഴിമുട്ട ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് പിസ്സ ഇരിക്കുന്നുണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ടാവും. ഇതെല്ലാം കൂടിയാണ്. അപ്പം അതിൻ്റെ കടിയിൽ തുറന്ന് ഇങ്ങനെ വെക്കരുത്. അവിടെയും എന്ത് ചെയ്യണം? ഇതൊക്കെ പാലിക്കണം. ഇതൊക്കെ പറയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ സഹോദരങ്ങളെ? ഈ ലോകത്ത് നമുക്ക് ആവശ്യമായ എല്ലാം പറഞ്ഞു തന്നു. എന്താ കാരണം എന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാരണം കൂടി നിങ്ങൾ കേൾക്കും സുഹൃത്തുക്കളെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കും, നിങ്ങളുടെ ഭക്ഷണപാത്രത്തിൻ്റെയും അതുപോലെ തന്നെ വെള്ളപ്പാത്രവും ഒക്കെ നിങ്ങൾ മൂടി വെക്കണം. എന്തേ കാരണം? ലാ യമുറു ബീനാ ഇൻ ലൈസ അലൈഹി ഖിതാഉൻ ഔ സിഖാഇൻ ലൈസ അലൈഹി വികാഉൻ ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാ. അതിന് മുമ്പ് ഒരു ഹദീസിൽ വ്യക്തമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഒരു കൊല്ലത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്,
ഒരു കൊല്ലത്തിൽ വാനലോകത്ത് നിന്ന് ഭുവനലോകത്തേക്ക് ഒരു മഹാമാരി ഇറങ്ങുന്നുണ്ട്. ഒരു മഹാരോഗം വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു കൊല്ലത്തിൽ ഒരു ദിവസം ഇറങ്ങുന്നുണ്ട്. ആ ദിവസം ഏതാണ് നമുക്കറിയില്ല. അതുകൊണ്ട് ആ ദിവസത്തിൽ ഇത് വിട്ടുപോയാൽ, അതുപോലെ തന്നെ ഇനി അതല്ലെങ്കിൽ തന്നെയും പ്രാണികളും മറ്റു ഉപദ്രവമുള്ള വസ്തുക്കളും അതുപോലെ പൊടിയും മഴുക്കും ഒക്കെ ചേർന്ന് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിലുള്ള പലതിനും സാധ്യതയാണ് വെള്ളപാത്രങ്ങൾ തുറന്നു വെക്കൽ. ഉപയോഗമില്ലാത്തവയാണെങ്കിൽ പോലും ഗ്ലാസുകൾ പോലും മലർത്തി വെക്കുന്നതിന് പകരം കമഴ്ത്തി വെക്കുന്ന സിസ്റ്റമാണ് നല്ലത് എന്നാണ്. ഇനി മലർത്തി വെച്ചിരിക്കുന്ന സാധനമാണോ, എന്നാൽ നമ്മൾ അറിഞ്ഞാൽ കഴുകുന്നത് നന്നായിരിക്കും എന്നൊക്കെ ഇത് വിശദീകരിക്കുന്നിടത്ത് പറയണേ. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം അത് അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു. അപ്പം നിങ്ങൾ പാത്രം രാത്രിയുടെ കാര്യം പറയല്ലോ, അത് മൂടി വെക്കണം, മനസ്സിലായില്ലേ? അതൊക്കെ വിശദീകരിക്കുന്നിടത്ത് ഇഷ്ടംപോലെ പണ്ഡിതന്മാർ ഒരുപാട് വാചാലരായിട്ടുണ്ട്. പിന്നെ അവസാനത്തെ നിർദ്ദേശം നോക്കൂ നിങ്ങൾ, നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ കെടുത്തിക്കിടക്കണം. വിളക്കുകൾ കെടുത്തിക്കിടക്കണം എന്ന് പറയാം. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കലല്ല. അതെന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? അന്ന് പിന്നെ ഈ എണ്ണയിൽ കത്തിക്കുന്ന തിരിയല്ലേ, അത് കെടുത്തിക്കളയാതെ, അതുപോലെ ഭക്ഷണം പാകം ചെയ്ത അടുപ്പിലെ തീയൊക്കെ പിന്നെ അണത്തിക്കളയാതെ നിങ്ങൾ ഉറങ്ങിയാൽ തീപിടുത്തത്തിന് സാധ്യത ഉണ്ടാകും. മാത്രമല്ല വല്ല ഫുവൈസിക്കത്ത് അത് എടുത്തിട്ട് വീട്ടിന്റെ ഭാഗങ്ങളിലേക്ക് കയറിപ്പോയിട്ട് തീപിടുത്തം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഏതെങ്കിലും എലിയോ പോലെയുള്ള ഏതെങ്കിലും വസ്തുക്കളോ ഒക്കെ അതിന്റെ പിന്നെ എലിയൊക്കെ ഒരു എണ്ണത്തിരി ഇങ്ങനെ കടിച്ചിങ്ങനെ കൊണ്ടായിട്ട് പെരപ്പുറത്ത് മുകൾക്കാണ് പോയാൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അപകടങ്ങൾക്ക് സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അള്ളാഹുവിന്റെ റസൂല്, ദുന്യാവിലെ തീയുടെ കാര്യത്തെക്കുറിച്ചും അള്ളാഹിന്റെ റസൂല് നമ്മളോട് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞത് എന്തിനാ? ഇതൊക്കെയും ഇസ്ലാമികമായിട്ട് നമ്മൾ രാത്രിയിലേക്ക് പാലിക്കേണ്ടുന്ന, രാത്രിയിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളായിട്ടാണ് ഇതൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പിന്നെ നമ്മൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥനകൾ, രാത്രി തീരുന്നതിൻ്റെ മുമ്പ്, അവസാനിക്കുന്നതിൻ്റെ മുമ്പുള്ള പ്രാർത്ഥനയുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. രാവേറെ ചെന്ന് കഴിയുമ്പോൾ റഹ്മാനായ റബ്ബ്, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ ഉത്തരം തരാം, ആരുണ്ട് എന്നോട് പിന്നെ പാപമോചനത്തേട്ടം നടത്താൻ ഞാൻ പുറത്തു തരാം, ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾ ചോദിക്കാൻ ഞാൻ തരാമെന്നൊക്കെ പറയുന്ന പ്രത്യേക സമയമാണ് സുബഹിയോട് അടുത്തു വരുന്ന സമയങ്ങൾ അടുക്കും തോറും. സുബഹി ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ് കഴിയുന്നത്ര എത്ര സമയമാണോ നമുക്ക് കിട്ടുക, നിങ്ങൾ ഉള്ള സമയത്ത് എണീറ്റ് വേഗത്തിൽ, ആ സമയത്തൊക്കെ ചില പ്രാർത്ഥനയും ദിക്റൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നമ്മൾ കേൾക്കാറുള്ളതാണ്. അതൊക്കെ വലിയ ഉത്തരം കിട്ടുന്ന സംഗതിയാണ്. ആ സമയത്ത് നിസ്കരിക്കുക, ആ സമയത്ത് റബ്ബിനോട് തേടുക, എല്ലാം മനസ്സിന് വല്ലാത്തൊരാശ്വാസം കിട്ടുന്ന സന്ദർഭമാണ്. അപ്പം അതൊക്കെ രാവിൻ്റെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇനി തുടർന്നുകൊണ്ട് ശംസിനെയും ഖമറിനെയും ഒക്കെയാണ് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നത്. റഹ്മാനായ റബ്ബ് അവൻ്റെ ദീനിൽ അവൻ നമ്മോട് പറഞ്ഞിട്ടുള്ള ഏതൊരു കാര്യങ്ങളും മുഖവിലക്കെടുക്കുന്ന ഒരു സ്വഭാവം റബ്ബ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിലനിർത്തി തരുമാറാകട്ടെ. ശുദ്ധ ഖുർആനിനെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനും റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.